ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ അടുത്ത ഭാഗം പറയട്ടെ. അർജുനന് ഭഗവാനോട് സുഹൃത്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഭൗതിക ലോകത്തിൽ നമ്മൾ കാണുന്ന ഈ സുഹൃത്ത് ബന്ധവുമായിട്ട് ഭഗവാനും അർജുനനും തമ്മിലുള്ള ആ ബന്ധത്തിന് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് അതീന്ദ്രിയമായ സൗഹൃദമാണ്. ഭഗവാനുമായിട്ട് അർജുനനുള്ളത് അതീന്ദ്രിയ സൗഹൃദമാണ്. ഈശ്വരനും ഭക്തനും തമ്മിലാണ്. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. ചുരുക്കം ചില ഭക്തന്മാർക്ക് മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഒരു ഉദാഹരണമാണ് പ്രഹ്ലാദൻ. അതിനൊരു ഉദാഹരണം പ്രഹ്ലാദൻ, ധ്രുവൻ ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ശ്രീമദ് ഭാഗവതത്തിൽ കാണാം. പ്രഹ്ലാദനൊക്കെ ഭഗവാൻ പ്രത്യക്ഷമായിരുന്നു. എപ്പോൾ വിളിച്ചാലും തൻ്റെ കൺമുമ്പിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ നരസിംഹമൂർത്തിയായിട്ടൊക്കെ ഭഗവാൻ വരുന്നത്. നമുക്കറിയാം, ഞാൻ പിന്നീട് പറയാം. ഭഗവാനുമായിട്ട് എല്ലാവർക്കും ഓരോ പ്രത്യേക ബന്ധങ്ങൾ ഉണ്ടായിരിക്കും ഈ ഭൂമിയിൽ. അതെങ്ങനെ ഉണ്ടാവുക? അത് ഭക്തിയുതമായിട്ടുള്ള സേവനത്തിൻ്റെ പൂർണ്ണതയിലാണ് ഉണ്ടാവുക. എന്നാൽ അല്പബുദ്ധികളും ഭൗതിക വസ്തുക്കളുടെ പിറകെ മാത്രം പോകുന്നവരുമായിട്ടുള്ള അല്പായുസ്സുകളുമായിട്ടുള്ള സ്വാർത്ഥന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ള നമ്മൾ ഉൾപ്പെടുന്ന ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന ഈ ആധുനിക മനുഷ്യൻ ഈ പരമപുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ മറന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് ഇന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ കലിപുരുഷൻ ഇവിടെ വന്നതിന് കാരണമാണ് അത്. കലിപുരുഷൻ എന്ന് പറഞ്ഞാൽ കലിയുഗത്തിനെ നിയന്ത്രിക്കുന്ന നെഗറ്റീവ് എനർജിയെ ആണ് കലിപുരുഷൻ എന്ന് പറയുന്നത്. എന്താണ് കലി എന്നും എവിടെയാണ് കലി ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ടൊരു പഴയ വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. കലി ബാധിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനി ഞാൻ ആവർത്തിക്കുന്നില്ല, സമയമില്ല. അതുകൊണ്ടാണ്. എന്താണ് കലി എന്ന് അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭഗവാനുമായിട്ടുള്ളൊരു ബന്ധം പണ്ട് ഉള്ള നമ്മുടെ